ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു റിക്വസ്റ്റ് ടോപ്പിക് തന്നെയാണ്. മേ ബി പ്ലസ് വെർബ് പ്ലസ് ING ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. മേ ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ മേ ബി പ്ലേയിങ്, മേ ബി റീഡിങ്, മേ ബി ഡൂയിങ്, മേ ബി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഇത് ഏത് സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് എന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് സിറ്റുവേഷൻ ഞാൻ പറയാം. നമ്മൾ കാറിൽ പോവുകയാണ്. കാറ് ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഡ്രൈവറാണ്. നമുക്ക് പോകുന്ന ആ ഡെസ്റ്റിനേഷൻ, നമുക്ക് എത്തേണ്ട സ്ഥലത്തിലേക്കുള്ള വഴി നമുക്കറിയില്ല, ഡ്രൈവർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ GPS ഒക്കെ ഓൺ ചെയ്ത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടി പോവുകയാണ്. ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണോ പോകുന്നത്, റോങ് ആയിട്ടുള്ള വഴിയിൽ കൂടിയാണോ പോകുന്നത് എന്നൊക്കെയുള്ള സംശയം. അപ്പോൾ അതായത് GPS ശരിക്കും കൃത്യം തന്നെയാണോ ഇത് എന്നൊക്കെ, നമ്മൾ തെറ്റായ വഴിയിൽ കൂടിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു ഡൗട്ട് അത് തോന്നുമ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഡൗട്ട് തോന്നുന്ന ആ ഒരു സിറ്റുവേഷനില്ലേ, അപ്പോൾ നമുക്ക് ഈ മേ ബി പ്ലസ് ING ഫോം ഉപയോഗിക്കാം. ഐ തിങ്ക് വി മേ ബി ഗോയിങ് ദ റോങ് വേ. വി മേ ബി ഗോയിങ് എന്നാണ് ഉപയോഗിച്ചത്. മേ ബി ഗോയിങ്, വി ആർ ഗോയിങ് ഓൺ ദ റോങ് വേ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മൾ റോങ് വേയിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതല്ലാതെ വി മേ ബി ഗോയിങ് ദ റോങ് വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിലുള്ള എന്താ പറയുക, ഒരു ഡൗട്ടാണ്, ഒരു പോസിബിലിറ്റി, അങ്ങനെ തിങ്ക് ചെയ്യുന്നതാണ് നമ്മൾ. വി മേ ബി ഗോയിങ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു 50 to 70% നമുക്കത് ഉറപ്പാണ്. നമ്മൾ തെറ്റായ വഴിയിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു 50 to 70% നമുക്ക് തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ മേ ബി പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത്. വി മേ ബി ഗോയിങ് ദ റോങ് വേ. ഇത് നമ്മൾ ഈ പ്രസൻറ്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾക്ക് തോന്നുന്നത്, നമുക്കൊരു സംശയം തോന്നുന്നത് അല്ലേ. കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ പോകുന്നത് റോങ് ആയിട്ടുള്ള വഴിയിൽ കൂടിയാണോ എന്ന്. അവിടെയാണ് നമ്മൾ മേ ബി പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത്. വി മേ ബി ഗോയിങ് ദ റോങ് വേ. ഇവിടെ ഈ മേ ബി എന്ന് എഴുതുമ്പോൾ മേ ആൻഡ് ബി രണ്ട് സെപ്പറേറ്റ് വേർഡുകൾ തന്നെയാണ്. അത് സിംഗിൾ വേർഡായിട്ട് മേ ബി എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് ഒക്കെ ഡിഫറെൻ്റ് ആയി. മേ ബി ആൻഡ് മേ ബി എന്ന് എഴുതുന്നതും രണ്ടും ഡിഫറെൻ്റാണ്. ഇത് നമ്മൾ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അപ്പോൾ മേ ബി ഗോയിങ് എന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോണ്ടെക്സ്റ്റാണ് ഇത്. നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് പ്രസൻറ്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സംശയം തോന്നുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ ആവാനൊരു സാധ്യത കാണുന്നു, ഒരു പോസിബിലിറ്റി. ഇനി ഈ മേ ബിക്ക് പകരം നമുക്കവിടെ മൈറ്റ് ബി ഉപയോഗിക്കാം. ഐ തിങ്ക് വി മൈറ്റ് ബി ഗോയിങ് ദ റോങ് വേ. ഇവിടെ മൈറ്റ് ബി ആണ് ഉപയോഗിച്ചത്. ഇത് രണ്ടും മീനിങ് ഒന്ന് തന്നെയാണെങ്കിലും നമുക്ക് ആ സംശയത്തിൻ്റെ ആ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, അത് വളരെ കുറവാണ്. നമ്മളൊരു 20 to 30% ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, ചിലപ്പോൾ നമ്മളുടെ വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് വി മൈറ്റ് ബി ഗോയിങ് ദ റോങ് വേ. അപ്പോൾ മേ ബി ഉപയോഗിക്കാം, അതുപോലെ മൈറ്റ് ബി ഉപയോഗിക്കാം. പക്ഷേ ആ പോസിബിലിറ്റിയുടെ അതിൻ്റെ ഒരു ലെവൽ ഓഫ് പോസിബിലിറ്റി അത് കൂടുതലും കുറവും ആണെന്ന് മാത്രം. ഇനി വി മസ്റ്റ് ബി ഗോയിങ് ദ റോങ് വേ എന്ന് പറഞ്ഞാലും നമ്മൾ വളരെ ഉറപ്പായിട്ട് അത് ശരിക്കും പറഞ്ഞ ഒരു ഹൈ സെർട്ടനിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഐ തിങ്ക് വി മസ്റ്റ് ബി ഗോയിങ് ദ റോങ് വേ. അവിടെ നമ്മൾ തെറ്റായ വഴിയിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൂടുതൽ സംശയമുണ്ട്. നമുക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് മസ്റ്റ് ബിയും ഉപയോഗിക്കാം. അപ്പോൾ ഒരു സിറ്റുവേഷൻ കൂടി പറയാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കണം. പക്ഷേ ഫ്രണ്ടിനെ വിളിക്കേണ്ട ആ ഒരു സമയം നോക്കുമ്പോൾ സമയം ഒരു 2 o'clock സമയം, ആഫ്റ്റർനൂൺ. അപ്പോൾ ആ സമയത്ത് അവൻ ഉറങ്ങുകയാകും എന്ന ഒരു സംശയമുണ്ട്. ഉറങ്ങുന്ന ആളെ ശല്യപ്പെടുത്താൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ I won't call my friend because he may be sleeping. അവനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാവും. അപ്പോൾ I won't call my friend because he may be sleeping. May be sleeping, sleep എന്ന വെർബിൻ്റെ ING ഫോം ചേർത്ത് he may be sleeping എന്നാക്കി. ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മേ ബി പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഒരു കുട്ടികളുടെ ഒരു റൂം,
കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു റൂം. പക്ഷേ ആ റൂമിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ദ ചിൽഡ്രൻ ആർ സോ ക്വയറ്റ് ഇൻ ദെയർ റൂം. ദേ മേ ബി പ്ലേയിങ് വിത്ത് ദെയർ മൊബൈൽ. അവർ റൂമിൽ നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല. അവർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥത്തിൽ. അത് നമ്മൾ സംശയം തോന്നുന്നതാണ്. നമ്മൾ ഉറപ്പായിട്ടും ദേ ആർ പ്ലേയിങ് എന്ന് പറയുന്നില്ല. ദേ മേ ബി പ്ലേയിങ്. അപ്പോൾ മേ ബി പ്ലസ് വേർബ് പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലായല്ലോ.